ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിബ സ്വീറ്റ് ഹോമിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് റോളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ബ്രെഡ് ക്രംസ്, 2 മുട്ട, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക്. നമുക്കിതിലേക്ക് ആദ്യം മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അപ്പോൾ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി പച്ചമുളക് നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. പച്ചമണം പോകുന്നവരെ ഇതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അതുപോലെ നന്നായി വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ചെയ്തിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങിന് പകരമായിട്ട് നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർക്കാവുന്നതാണ്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കത് വേറൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അത് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. അത് എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് റോൾ നമുക്ക് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് വേണം നമുക്കത് പൊരിച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചതുപോലെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് റോൾ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി റോൾ ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടിപ്പോവും, കുഴപ്പമൊന്നുമില്ല. നമുക്കത് മുട്ടയിലൊക്കെ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി വരുമ്പോൾ ശരിയായിക്കോളും. ഇതുപോലെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ഇത് കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് മസാല വെച്ച് കൊടുത്താൽ മതി. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്.
സമയം കൊണ്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ ബ്രെഡ് റോളായിട്ട് ഇട്ട് കൊടുക്കാം. ഓവറായി കുക്കാവൊന്നും വേണ്ട, ഒന്ന് ബ്രൗൺ നിറമാവുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അതൊരു സൈഡായതിന് ശേഷം തിരിച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ്. അത് ബ്രെഡ് റോൾ ഇവിടെ നന്നായി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എല്ലാ റോളും ഇവിടെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാരും ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.